നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. മറക്കുമോ മരിച്ചവർ തിളച്ചു പൊന്തുമോർമ്മയിൽ, വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ. പിറക്കുമോ ചരിത്രപാത തോറുമെന്നു ചോരയിൽ പിടഞ്ഞണഞ്ഞു പോയ സ്വപ്ന രക്തതാരകം. കാലത്തിൻ പോർമുഖങ്ങളെ, തീയാളുന്ന ദീപശിഖകളെ, എത്ര കോട്ട കൊത്തളങ്ങൾ ദുഷ്ടനീതികൾ തകർത്തിതാ സഖാക്കളെ. മറക്കുമോ മരിച്ചവർ തിളച്ചു പൊന്തുമോർമ്മയിൽ, വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ. പിറക്കുമോ ചരിത്രപാത തോറുമെന്നു ചോരയിൽ പിടഞ്ഞണഞ്ഞു പോയ സ്വപ്ന രക്തതാരകം. ഭൂതകാലദണ്ഡ നീതി തന്നുകം കഴുത്തിലെത്ര പേറിയൊന്നിറക്കി വെച്ചിടാൻ. വിത്തെറിഞ്ഞ പാടവും വിയർപ്പറിഞ്ഞ ഭൂമിയും മർത്യരക്തധാരയിൽ കുതിർന്നതും. തീയുണ്ട കൊണ്ടുമാറുഭേദിച്ചതൊരു ഞൊടി, പ്രാണന്റെ കൂട്ടിലന്നു ജീവന്റെ ചിറകടി. പെറ്റ നാടിതിന്റെ മർത്യമുക്തിയൊറ്റ ലക്ഷ്യമെന്ന് ദിക്കുകൾ പ്രതിധ്വനിച്ചുവോ. മറക്കുമോ മരിച്ചവർ തിളച്ചു പൊന്തുമോർമ്മയിൽ, വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ. പിറക്കുമോ ചരിത്രപാത തോറുമെന്നു ചോരയിൽ പിടഞ്ഞണഞ്ഞു പോയ സ്വപ്ന രക്തതാരകം. കാലത്തിൻ പോർമുഖങ്ങളെ, തീയാളുന്ന ദീപശിഖകളെ, എത്ര കോട്ട കൊത്തളങ്ങൾ ദുഷ്ടനീതികൾ തകർത്തിതാ സഖാക്കളെ. മറക്കുമോ മരിച്ചവർ തിളച്ചു പൊന്തുമോർമ്മയിൽ, വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ. പിറക്കുമോ ചരിത്രപാത തോറുമെന്നു ചോരയിൽ പിടഞ്ഞണഞ്ഞു പോയ സ്വപ്ന രക്തതാരകം. എല്ലാ ദുരധികാരങ്ങൾക്കുമെതിരായ മനുഷ്യരാശിയുടെ സമരം മറവികൾക്കെതിരായ ഓർമ്മകളുടെ കലാപമാണ്. ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർണമായ സ്വാഗതം. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. മാവില ചെണ്ടൻ നമ്പ്യാർ, ചരിത്രത്തിലെ നിശബ്ദ ബലിമുഖങ്ങൾ. ഭാഗം 2. 1948 മെയ് 12 കരിവള്ളൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇടിച്ചും ചവിട്ടിയും കൊലപ്പെടുത്തിയ മുനയംകുന്ന് സമരത്തിലെ പോരാളിയും ആലപ്പടമ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്ന സഖാവ് മാവില ചെണ്ടൻ നമ്പ്യാരുടെ ജീവിതവും രക്തസാക്ഷിത്വവുമാണ് ഇത്തവണ ചെഞ്ചോരപ്പൂവുകളിൽ. രക്തം തെറിപ്പിച്ച് എട്ടുദിക്കുകൾ ഞെട്ടിത്തെറിക്കുന്ന തപ്തരോഷ പ്രചണ്ഡ പ്രവാഹം. 1946 ഡിസംബർ 20 കുണിയൻ പുഴക്കരയിൽ ചിറക്കൽ കോവിലകം സംഭരിച്ച 1500 പറ നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ ചിറക്കൽ കോവിലകം ശ്രമിച്ചപ്പോൾ AV കുഞ്ഞമ്പുവിൻ്റെ നേതൃത്വത്തിൽ കരിവള്ളൂരിലെ കൃഷിക്കാർ ഒന്നടങ്കം ചെറുത്തുനിന്നു. തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവും വെടിവെപ്പിൽ രക്തസാക്ഷികളായി.
ചോരയിൽ കുളിച്ചു വീണ AV കെ കൃഷ്ണ മാസ്റ്റർ, പുതിയടത്ത് രാമൻ എന്നിവരെ പച്ചോലയിൽ പൊതിഞ്ഞ് നെല്ലിനോടൊപ്പം തോണിയിൽ കടത്തിക്കൊണ്ടുപോയി. ഒരു ലോകത്തിൻ പിടയും സ്വപ്നങ്ങളുമായി പിരിയുന്നു നിങ്ങൾ രണഭൂമികളിൽ പൊരുതി. ഇടിവെട്ടിപ്പെയ്യും രണവീര്യത്തീ. രക്തരൂഷിതമായ കരിവള്ളൂർ സമരം നടന്ന് കൃത്യം 10-ാം ദിവസം 46 ഡിസംബർ 30-ന് കാവുമ്പായിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ഭരണകൂടം വെടിയുതിർത്തു. നിരവധി കർഷക പോരാളികൾ വെടിവെപ്പിൽ രക്തസാക്ഷികളായി. ഇതെല്ലാം കണ്ടും കേട്ടും തിളച്ചുമറിഞ്ഞ മനസ്സുമായി മാവില ചെണ്ടൻ നമ്പ്യാർ കർഷക സംഘത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സജീവ പ്രവർത്തനത്തിൻ്റെ തീപിടിച്ച വഴികളിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പടമ്പിലെ വളണ്ടിയർ ക്യാപ്റ്റനായി മാറിയ ചെണ്ടൻ നമ്പ്യാർ സൈന്യത്തിൽ നിന്ന് ലഭിച്ച തൻ്റെ കഴിവുകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി വളണ്ടിയർമാരെ പരിശീലിപ്പിച്ചു. പയ്യന്നൂർ ഫർക്കയിലെ മികച്ച വളണ്ടിയർ സേനയുള്ള പ്രദേശങ്ങളിൽ ഒന്നായി മാറി ആലപ്പടമ്പ്. കർഷക സംഘത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കിടയിലും മുറതെറ്റാതെ തൻ്റെ കൃഷിയും അധ്വാനവും അദ്ദേഹം തുടർന്നു. 47 ജൂൺ മാസത്തിൽ ഇളയ മകളായ പത്മിനി കൂടി പിറന്നതോടെ കൈപ്രത്ത് പാട്ടിയമ്മയും 5 മക്കളുമടങ്ങിയ വലിയ കുടുംബത്തിൻ്റെ ഏക അത്താണിയായി തീർന്നു ചെണ്ടൻ നമ്പ്യാർ. അതേ പാറയ്ക്ക് കയറിയിട്ടാണ് ഈ അധിക അംശ അധിക ഈ വീട്ടിലേക്ക് പോകുന്നത്. അട്ടോളി അധികാരി ചേട്ടെ അന്നേരം നടന്ന് നടന്ന് ഇരുന്ന് നേരെ ഇങ്ങനെ അല്ലലിന് താവലായി ഈ പൊച്ചക്ക് കഴിഞ്ഞ്. അന്നേരം ആടെ എത്തിയിട്ടാകുമ്പോൾ ഈ അധികാരിനെ കണ്ടേരെ എന്തിനാപ്പാ ചേട്ടൻ നമ്പിയാർക്ക് ഈ പണിയല്ലേ, ഇത്ര നല്ല തടിയല്ലേ, എന്തിനാ പോകാൻ, എന്തിനാ ഇനിയെല്ലാം പോയി ഈ കുഞ്ഞളെയും ആക്കിയിട്ടെന്നെല്ലാം കൂടെ അവിടെ പോയിട്ട് ഇരുന്ന് അവളെ ഒരു 3000 നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് കെട്ടി ഒരു പരിയുണ്ടായി. അവിടെ പോയി നിന്നിട്ട് എന്തെങ്കിലും കാച്ചേരി കുടിക്കാൻ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും അരി എടുത്ത് മേടിച്ചോന്നും മേടിച്ചു. അവിടെ നിന്നു. അരി കൈമീണ്ടായിരുന്നു തോന്നുന്നു. അത് കാച്ചി എല്ലാം വാങ്ങുമ്പോഴേക്ക് സന്ധ്യ ആകുമ്പോഴേക്ക് അച്ഛൻ വന്നിട്ട് നമ്മയുടെ ഉണ്ടെന്നൊന്നും അച്ഛനെ അറിയില്ല. വീട് അധികാരി ഉണ്ടോ എന്തോ വാടാ എന്ന് ചോദിച്ചു ഈ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന്. ഉണ്ട് അധികാരി ഉണ്ട്. അച്ഛൻ്റെ കൂറ്റിയാവും അച്ഛൻ നമ്മയെല്ലാം മുറ്റത്ത് കഴിഞ്ഞു. അന്നേരം അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് 5 കുഞ്ഞളെയും കൊണ്ട് ഞാൻ എന്ത് വേണം, അതുകൊണ്ട് നീ ഒന്നും വേണ്ട, ഞാൻ ഒന്നിക്കൽ യോഗം ഉണ്ടെന്ന് നമുക്ക് മടങ്ങി വരും, ഇല്ലെങ്കിൽ ഞാൻ നാളെ ഹാജരാകാൻ പോയിക്കോളാം അധികാരി കൂട്ടിയിട്ട്, അതുകൊണ്ട് നീ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ പിറ്റന്നാൾ രാവിലെ അധികാരി അലാടെ നിന്നു. പിറ്റന്നാൾ അധികാരി ചായ കുടിക്കുമ്പോൾ ഈ മക്കളിങ്ങനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ പോയതാണ്. വരുമായിരിക്കും മടങ്ങിയിട്ട് ഇങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് നിന്നു. കെട്ടകാലച്ചതുപ്പിനാഴങ്ങളിൽ കെട്ടുപൊട്ടിച്ചു രക്തം തെറിപ്പിച്ച് 8 ദിക്കുകൾ ഞെട്ടിത്തെറിക്കുന്ന തപ്തരോഷ പ്രചണ്ഡ പ്രവാഹം. 1948 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 6 വരെ കൽക്കട്ടയിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2ാം പാർട്ടി കോൺഗ്രസ്സാണ് പിന്നീട് തള്ളിപ്പറയേണ്ടി വന്ന BT രണദിവ്യയുടെ കൽക്കത്ത തിസിസ് അംഗീകരിച്ചത്. 1947 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യൻ ജനത വിജയം നേടിയെന്നത് ശരിയല്ല. ഇന്ത്യയിലും ലോകത്താകെയും വളർന്നു വന്നുകൊണ്ടിരുന്ന വിപ്ലവ മുന്നേറ്റങ്ങളെ തടയാൻ ഇന്ത്യൻ ബൂർഷ്വാവർഗവും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ അധികാര കൈമാറ്റം. അതുകൊണ്ട് പോരാട്ടം ഊർജിതമാക്കുക, അതായിരുന്നു കൽക്കട്ട തിസിസിന്റെ ഉള്ളടക്കം. 1946 മുതൽ തുടക്കം കുറിച്ച തെലങ്കാന പോരാട്ടത്തിന്റെ പാതയിൽ തന്നെയായിരുന്നു ഈ നയത്തിന്റെ പ്രഖ്യാപനവും. ജന്മിമാർക്കെതിരായ ഭൂരഹിത കർഷകരുടെയും കുടിയാന്മാരുടെയും സമരങ്ങളും പൂഴ്ത്തിവെച്ച നെല്ലും ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ജനകീയ ആക്ഷനുകളുമായിട്ടാണ് കൽക്കട്ട തിസിസ് കാലഘട്ടം വടക്കൻ കേരളത്തിൽ അരങ്ങേറിയത്. 2ാം ലോകമഹായുദ്ധത്തെ തുടർന്ന് നാട്ടിലെങ്ങും പടർന്നു പിടിച്ച കടുത്ത പകർച്ചവ്യാധികളും പട്ടിണിയും ദാരിദ്ര്യവും പരിഹരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും പ്രവർത്തകർ രംഗത്തിറങ്ങി. ജന്മിമാർ പത്തായ പുരകളിൽ പൂഴ്ത്തിവെച്ച നെല്ലെടുത്ത് പട്ടിണിക്കാർക്ക് അളന്നു കൊടുക്കുന്ന ഒരു സമരരീതിയായിരുന്നു സ്വീകരിച്ചത്. 1948 ഏപ്രിൽ 11-ന്
ആലക്കാട്ട് മാവില കുഞ്ഞമ്പു നമ്പ്യാരുടെ തറവാട്ടിലായിരുന്നു ആദ്യ നെല്ലെടുപ്പ് സമരം. കൊടക്കൽ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെയും AV ചിണ്ടൻ്റെയും TPC നമ്പ്യാരുടെയും നേതൃത്വത്തിൽ 25 വളണ്ടിയർമാർ കുഞ്ഞമ്പു നമ്പ്യാരുടെ വീട്ടിൽ പ്രവേശിച്ച് നെല്ല് കൊണ്ടുവന്ന് വിതരണം ചെയ്തു. ആ രാത്രിയിൽ കൊടക്കൽ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെയും TPC നമ്പ്യാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 12-ന് ആ അറസ്റ്റിനും നരനായാട്ടിനുമെതിരെ നടന്ന കോറോത്തെ പ്രതിഷേധ പ്രകടനത്തിന് നേർക്ക് പോലീസ് വെടിവെപ്പ് നടത്തി. സ്വതന്ത്ര ഇന്ത്യയിലെ വടക്കേ മലബാറിലെ ആദ്യത്തെ വെടിവെപ്പിൽ സഖാവ് B. പൊക്കൻ എന്ന കർഷക തൊഴിലാളി രക്തസാക്ഷിയായി. കോറോം നെല്ലെടുപ്പിന് തുടർച്ചയായാണ് ആലപ്പടമ്പിലെ ശ്രീധരൻ നമ്പീശന്റെ മഠത്തിൽ നിന്നും നെല്ലെടുക്കാൻ തീരുമാനിച്ചത്. 1948 ഏപ്രിൽ 15-ന് ശ്രീധരൻ നമ്പീശന്റെയും നാരായണൻ നമ്പീശന്റെയും മഠത്തിൽ നിന്ന് നെല്ലെടുത്ത് കുണ്ട്യത്ത് തിടിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തു. ആലപ്പടമ്പിലെ നെല്ലെടുപ്പ് സമരത്തിൽ CK കുഞ്ഞിരാമൻ, കുന്നുമ്മൽ രാമൻ, പുത്തൂർക്കാരൻ രാമൻ, AV ചാത്തു തുടങ്ങിയവർക്കൊപ്പം മാവില ചിണ്ടനമ്പ്യാരും പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയായി പ്രാപ്പോയിൽ, ചിറ്റാരിയിലും വേങ്ങയിൽ നായനാരുടെ കുറ്റൂർ മഠത്തിലുമെല്ലാം നെല്ലെടുപ്പ് സമരം നടന്നു. കരിവള്ളൂർ സമരത്തെ തുടർന്ന് സ്ഥാപിച്ചിരുന്ന കരിവള്ളൂർ പോലീസ് ക്യാമ്പിൽ നിന്നും MSP കാർ ഇരച്ചു കയറി വന്ന് കോറോത്തും ആലപ്പടമ്പിലും പ്രാപ്പോയിലുമെല്ലാം നരനായാട്ടു തന്നെ നടത്തി. ചിന്തേട്ടനാണ് എൻ്റെ ഏട്ടൻ. അന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഏട്ടാന്നാണ് വിളിക്കൽ. ഞങ്ങളൊരു അമ്മാവൻ്റെ മോനാണ്, അതുകൊണ്ട് ഞാൻ ഏട്ടാന്നാണ് വിളിക്കൽ. അവർ കല്യാണം കഴിച്ചിട്ട് 3 മക്കളുണ്ടായി. അവർ ആണ് നമ്മളെ നോക്കിയത്. എൻ്റെ അമ്മക്കൊരു മകളും കൂടി ഉണ്ടായിന്, എൻ്റെ ചേച്ചിയായിട്ട്. എൻ്റെ അച്ഛൻ കോളിയാടൻ കൊരന്നം പേരാണ്. അപ്പോൾ അവർക്ക് 3 മക്കൾ ഉണ്ടായത്. നമ്മളെ സംരക്ഷിച്ചതിന് തന്നെ അവരാണ്. അച്ഛൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛനായിട്ട് തന്നെ ഉണ്ടായത്. അവർ മരിച്ചതിന് ശേഷം പിന്നെ നമ്മ അനാഥലത്തിലായി. നമ്മ 5 മക്കളും അമ്മയായിട്ട് കഷ്ടപ്പെട്ടു. കുറേ കാലം കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചതാണ് നമ്മ. പിന്നെ ഇങ്ങനെ കഴിഞ്ഞതൊക്കെ അതൊന്നും പറഞ്ഞറിയിക്കാനാവാത്തൊരു ചരിത്രമാണ്. അതെല്ലാം പറയാനാവില്ല. നെല്ലെടുപ്പ് സമരത്തിന് നേതൃത്വം നൽകുന്ന വിപ്ലവ ഗ്രൂപ്പിനെ തകർക്കാൻ പോലീസും സർവ്വസന്നാഹങ്ങളുമായി നീങ്ങി. കള്ളക്കേസുകളും പോലീസ് അതിക്രമവും തുടർന്നാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നുറപ്പായ പയ്യന്നൂർ ഫർക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി P. കണ്ണൻ നായരുടെയും KC കുഞ്ഞാപ്പു മാസ്റ്ററുടെയും നേതൃത്വത്തിൽ ചെറുത്തുനിൽപ്പിന് ഒരു ഗറില്ല മാതൃകയിലുള്ള ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഏപ്രിൽ 21 രാത്രിയിൽ കാങ്കോൽ വില്ലേജിലെ വൈപ്പിരിയം എന്ന വിജനമായ പാറപ്രദേശത്ത് കമ്മ്യൂണിസ്റ്റുകാരായ യുവ വളണ്ടിയർമാർ ഒത്തുചേർന്നു. P. കണ്ണൻ നായരും KC കുഞ്ഞാപ്പു മാസ്റ്ററും പ്രസംഗിച്ചു. പോലീസിന്റെ അതിരില്ലാത്ത അക്രമങ്ങൾക്കും കൊടിയ മർദ്ദനത്തിനുമെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആയുധങ്ങൾ ശേഖരിച്ച് പരിശീലനം നേടി മുനയംകുന്നിലെത്തണം. ആക്രമിക്കപ്പെടുന്ന നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ അവർ പ്രതിജ്ഞയെടുത്തു. അതിലൊരാൾ മാവില ചിണ്ടനമ്പ്യാറായിരുന്നു. 1948 എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 11 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വീടില്ല. വീട് നാട്ടുകാരെല്ലാം കൂടി സഹായിച്ച് ഒരു ചെറിയ പുരയാക്കി അവിടെ താമസിച്ചു. 1957 EMSൻ്റെ ഭരണകാലത്ത് 500 റുപ്യ പിന്നെ ഞങ്ങൾക്ക് വീട്ടിന് വേണ്ടി പാസ്സാക്കി. നാട്ടുകാരെല്ലാം കൂടി തന്നെ, നാട്ടുകാർ നമ്മളെ പാർട്ടിക്കാർ സഹായിച്ചിട്ട് ഒരു വീടാക്കി. ആ വീട്ടിന് വേണ്ടി കുറച്ച് കടബാധ്യത ഉണ്ടായത്
ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് അമ്മ ബസ്സിൽ നിന്ന് വീണ് അമ്മയും മരിച്ചു. അങ്ങനെ ഞങ്ങളൊരു അനാഥ കുടുംബമായി കഷ്ടപ്പാടിൻ്റെ ഇതിൽ തന്നെയാണ് ജീവിച്ചത്. പിന്നെ എൻ്റെ ഏട്ടത്തിമാർ പ്രധാനമായിട്ട് എൻ്റെ നേരെ മുഖത്ത് കെട്ടി. അവൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല ആ സമയത്ത്. എൻ്റെ കല്യാണം ഇവിടെ കഴിഞ്ഞതിന് ശേഷമാണ് അവളെ കല്യാണം കഴിച്ചു. എന്നെ തന്നെ നോക്കി SLC വരെ പഠിപ്പിച്ചു. ആടുന്നും പിന്നെ ഇവർ പാർട്ടിക്കാർ സഹായത്തുകൊണ്ട് പെരിങ്ങം ബാങ്കിൽ ഒരു ജോലിയാക്കി തന്നു. വൈപ്പിരിയത്ത് യോഗം ചേർന്നവർ പല വഴികളിലൂടെ കാൽനടയായി മുനയംകുന്നിലേക്ക് തിരിച്ചു. വേർപ്പൊഴുക്കി നാം വിതച്ച വയലുകൾ, ആർക്കു നാം പൊലിച്ചു നെൽക്കറ്റകൾ, കല്ലുടച്ച കൊടി പിടിച്ച കയ്യുകൾ, എല്ലുവെള്ളമായ കരിമെയ്യുകൾ. ഓർക്കുവിൻ പിതാക്കളെ, കേൾക്കുനാം സഖാക്കളെ, കാലമെന്ന ധീരനായകന്റെ കൂടെ നാം. അതിലൊരാൾ മാത്രം പൂർണ്ണ ഗർഭിണിയായിരുന്ന തൻ്റെ ഭാര്യയെ കണ്ട് യാത്ര പറയുവാൻ അനുവാദം ചോദിച്ചു. പുത്തൂരിലെ പുന്നക്കോടൻ കുഞ്ഞമ്പു. 1948 ഏപ്രിൽ 23 വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ പുന്നക്കോടനെ പുത്തൂരിലെ കോട്ടക്കുന്നിൽ വെച്ച് MSP വളഞ്ഞു. രാങ്കാട്ടിലെ കോടിയെങ്കിലും പിന്തുടർന്ന് പോലീസ് തുരുതുരെ വെടിവെച്ചു. പുന്നക്കോടൻ രക്തസാക്ഷിത്വം വരിച്ചു. യുദ്ധഭൂമിയിൽ പൊരുതി കത്തിവെന്തരിഞ്ഞ ധീരഭൂമി പുത്രരേ, അത്രമേല ശാന്തരായുറങ്ങിടും ബലിത്തറയിൽ നിൽക്കയാണ് ഞങ്ങൾ ഇന്നു രക്തസൈനികർ. കെട്ടകാലച്ചതുപ്പിനാഴങ്ങളിൽ കെട്ടുപൊട്ടിച്ചു രക്തം തെറിപ്പിച്ച് 8 ദിക്കുകൾ ഞെട്ടിത്തെറിക്കുന്ന തപ്തരോഷ പ്രചണ്ഡ പ്രവാഹം. 1948 മെയ് 12 കരിവെള്ളൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇടിച്ചും ചവിട്ടിയും കൊലപ്പെടുത്തിയ മുനയംകുന്ന് സമരത്തിലെ പോരാളിയും ആലപ്പടമ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്ന സഖാവ് മാവില അച്ചണ്ടനമ്പ്യാരുടെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച രാത്രി 7:30 ചെഞ്ചോരപ്പൂവുകൾ വീണ്ടും എത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. tvintimate@gmail.com